മക്കളെ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് മാക്സിമം മിനിമ. ആ മാക്സിമം മിനിമയിൽ വരുന്ന ടെസ്റ്റാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, മാക്സിമയും മിനിമയും കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ചോദ്യത്തിൽ ഓൾറെഡി ഒരു f(x) ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം f'(x) കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ f'(x) = 0 കൊടുക്കുമ്പോൾ എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും. ഈ വാല്യൂ നമുക്ക് x1 x2 എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂസിനെ പറയുന്ന പേര് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ആ പോയിന്റുകളിലാണ് ഫംഗ്ഷൻ മാക്സിമം ആവാനും മിനിമം ആവാനും ചാൻസ്. ഇനി മാക്സിമയാണോ മിനിമയാണോ എന്ന് കണ്ടുപിടിക്കുവാൻ സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് നമ്മൾ പോകുന്നു. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന എക്സിന് കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, x1 x2, അത് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമയും, പോസിറ്റീവ് ആണെങ്കിൽ അതായത് f'(x2) എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ മിനിമയും ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ. അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണ് മിനിമം മാക്സിമം എന്ന് കിട്ടി. ഇനി മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണണമെങ്കിൽ ഫംഗ്ഷനിൽ ഈ പറയുന്ന x1 x2 കൊടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമയും മിനിമയും വാല്യൂ കിട്ടുക. ഈ കാര്യം മറന്നു പോകരുത് കേട്ടോ.